വലിയ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സുപ്പീരിയറായ കാര്യച്ച, ഡയറക്ടറായ ബിജിലച്ച, എൻ്റെ സഹോദര വൈദികരെ, കാരിഷ് ഭവനിലെ ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് കാരിഷ് യുവാക്കളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഒരു ക്രിസ്മസ് സന്ദേശം തരുവാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിശ്ചയമായിട്ട് നമുക്കെല്ലാം ഏറെ സന്തോഷമുള്ള ഒരു രാവാണ്, ഒരു ദിവസമാണ് എന്ന് പറയാം. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലായിരിക്കാം ഈ ക്രിസ്മസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും പറയും ക്രിസ്മസ്, ക്രിസ്തുമസ്, ക്രിസ്മസ് എന്നൊക്കെ അങ്ങ് പറയും. നമ്മൾ രണ്ട് വാക്കുകൾ ചേർന്നതാണ് ക്രിസ്തുമസ്. ഒന്ന് ക്രിസ്റ്റ്, മറ്റേ മാസ്, കുർബാന. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരിക്കും. ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ആദ്യകാലത്ത് നമുക്കറിയാം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട കാലം. അന്ന് ഇതുപോലൊക്കെ എഴുന്നള്ളത്തോ പുൽക്കൂടോ അല്ലെങ്കിൽ നക്ഷത്രമോ മരങ്ങളോ ഒന്നുമില്ല. ആ പാടെ അവർക്കറിയാം യേശുവിൻ്റെ ജനനം ആഘോഷിക്കണം. ഏകമാർഗം ദിവ്യബലി കുർബാനയായിരുന്നു. അത് വളരെ ദുർലഭമായിരുന്നു. ഗുഹകളിലും അവിടെ ഇവിടെയൊക്കെ പത്തും പതുങ്ങി ആ കുർബാന ചൊല്ലിയിരുന്നത്. നിങ്ങൾ ഓർക്കണം, അന്ന് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലം. ഒരു വിഷയം, ഒരു സാബത്ത് ദിവസം ഒരു കുർബാനയുണ്ട്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണത്. തിരുനാൾ ദിവസം വലിയ ആഘോഷം. അതിലേറ്റവും വലിയ ഒരു തിരുനാളായിരുന്നു നിശ്ചയമായിട്ടും യേശുവിൻ്റെ ജന്മത്തിരുനാൾ. പിന്നീടാണ് ഇത് 25-ാം തീയതിയായി തീരുമാനിക്കുന്നത്. കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തിയുടെ കീഴിലാണ്. പ്രിയപ്പെട്ടവർ, അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം, സ്നേഹത്തിൻ്റെ കേന്ദ്രം ദിവ്യബലി ആയിരുന്നു. അണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മാസ്, ക്രിസ്തുവിൻ്റെ കുർബാന. ഇനിയും ആ ഗഹനമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ അതൊത്തിരി അർത്ഥം ഉള്ളതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് ക്രിസ്തു സംഭവം ആണ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട കാര്യങ്ങൾ 3 പദങ്ങളിൽ സംഗ്രഹിക്കാം. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയം വചനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവ് വന്നു, അങ്ങനെ യേശുവിനെ ഗർഭം ധരിച്ചു. അതാണ് നമ്പർ 1. പിന്നെ നിങ്ങൾ കേട്ടു, ആ ബേത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ പിറക്കുന്നു. അതാണ് 2. മൂന്നാമത്തേത് ഇന്ന് വായിച്ചില്ല, ജനുവരി 6 വായിക്കും. പൂജരാജാക്കളുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ പരസ്യമായിട്ട് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് 3 കൂടിയതാണ് ദിവ്യ ബലി. അല്പം ഗഹനമായിട്ട് ചിന്തിക്കണമേ മക്കളെ, ആഴമായിട്ട് ചിന്തിക്കണം. എന്താണ് അൽത്താരയിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം, കുർബാനയുടെ പകുതി ഭാഗം കഴിയുമ്പോൾ ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ എന്ന് അച്ഛൻ പറയും. നമ്മൾ പറയും, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. ഈ വലിയ സംഭവം അറിയണമെങ്കിൽ ബുദ്ധി കൊണ്ട് പറ്റില്ല, ഹൃദയം കൊണ്ടേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഹൃദയത്തിലുണ്ടെങ്കിലേ നടക്കാൻ പോകുന്ന വലിയ ആ രഹസ്യം, ആ വലിയ സത്യം മനസ്സിലാവും. എന്ത്? മാതാവിൻ്റെ ഉദരത്തിൽ യേശു വചനം മാംസമായതുപോലെ, ആത്മാവിലൂടെ മാംസമായതുപോലെ വൈദികൻ്റെ കരങ്ങളിൽ, കൈക്കുമ്പിളിൽ വചനം മാംസമാകുന്നു. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ആ അപ്പത്തെ വസ്തുഭേദം നടത്തി, ആ വീഞ്ഞിനെ വസ്തുഭേദം നടത്തി യേശുവിൻ്റെ ശരീരവും രക്തവും ദൈവവും ആത്മാവും എല്ലാമായി തീർക്കുന്ന ആ വലിയ ആ സംഭവം, ആ വലിയ അത്ഭുതം നടക്കുന്നു. ഞാൻ പറയും, വൈദികൻ്റെ കരങ്ങൾ മാതാവിൻ്റെ ഉദരമാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ വൈദികരെ പറ്റി മാത്രം പറഞ്ഞു. ഞങ്ങൾ ആരാ? നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന വൈദികർ. ശുശ്രൂഷ പൗരോഹിത്യമാണ് ഞങ്ങളുടെ പട്ടം. നിങ്ങളാണ് രാജകീയ പുരോഹിതർ. ബലി നിങ്ങളുടെയും കൂടിയാണ്, അഥവാ നിങ്ങളുടേതാണ്. ഞങ്ങൾ നിങ്ങളെ അർപ്പിക്കാൻ സഹായിക്കുന്നേ ഉള്ളൂ. അപ്പോൾ
അതെ, നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, സംബന്ധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം മാതാവിൻ്റെ ഉദരങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു. നന്മ നിറഞ്ഞ മറിയമേ, ഹല്ലേലൂയ. ഓർക്കണമേ ആ പദം. നന്മ നിറഞ്ഞ ജനമേ, നന്മ നിറഞ്ഞ പുരോഹിത. അത് നിശ്ചയമായിട്ടും വിശുദ്ധ കരങ്ങളാണ് വൈദികൻ്റെ. ആ കൈകൾ കൊണ്ടാണ് വൈദികൻ ആശീർവദിക്കുന്നത്. ആ കൈകളാണ് തലയിൽ വച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വൈദികൻ ആരുമായിക്കോട്ടെ, അത് ആ കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ വയ്ക്കുമ്പോൾ, അഥവാ കൈവച്ച് ആശീർവദിക്കുമ്പോൾ, അതിലൊരു ഷേക്ക് ഹാൻഡ് തരുമ്പോൾ ഓർക്കണമേ, അത് മറിയത്തിൻ്റെ ഉദരമാണ്. ഓരോ ദിവസവും ഈശോ ജന്മം കൊള്ളുന്ന കരങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ അച്ഛനെ ബഹുമാനിക്കുകയല്ല, പിന്നെയോ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരങ്ങളാണ് ശിരസിൽ വീഴുന്നത്. നമുക്കറിയാം, ആ കുർബാനയിൽ ശരീരവും രക്തവുമായിട്ട് അപ്പവും വീഞ്ഞും മാറുമ്പോൾ അച്ഛനത് കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ല. അച്ഛൻ ഒരു പരിശുദ്ധമായ ഒരു വെള്ളത്തുണി, കെത്തീന എന്നിവിടെയൊക്കെ പറയും, ആ ഒരു വെളുത്ത ആ തുണിയിൽ വയ്ക്കുന്നു. എങ്ങനെ? പത്തീനായിൽ, സ്വർണം കൊണ്ടുണ്ടാക്കിയ പത്തീനായിൽ ആ വെള്ളത്തുണിയിൽ അൽത്താരയിൽ വയ്ക്കുന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഈശോയെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് നമ്മൾ വായിച്ചു കേട്ടു. എങ്കിൽ അൽത്താര എന്ന് പറയുന്നത് ആ ഈശോയുടെ പുൽത്തൊട്ടിയാണ്. ഹല്ലേലൂയ. പിന്നീട് അത് പൗരസ്ത്യ ദൈവശാസ്ത്രങ്ങളൊക്കെയാണ് പറഞ്ഞത് അൽത്താര എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കബറിടമാണെന്ന്. അത് വിചിത്രമാണ്. കാരണം ഈശോ മരിച്ച് അടക്കിയതിന് ശേഷം നമുക്ക് ദിവ്യബലി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ കാൽവരിയിലെ പരമയാഗമാണ്. അത് പിന്നീട് കല്ലറയിൽ അടക്കി അതിന് പുറത്താ കുർബാന എന്ന് പറഞ്ഞാൽ അർത്ഥം ഇല്ല. എങ്കിൽ ഇതാണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളത്. അത് കർത്താവിൻ്റെ പുൽക്കൂട്. മൂന്നാമതായിട്ട് പരസ്യമായിട്ട് ഈശോയെ നൽകൽ. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ അതിനുശേഷം അച്ഛൻ അഥവാ പുരോഹിതൻ അപ്പം അഥവാ ഈശോയുടെ ശരീരം മുറിച്ച് രക്തവും ജനങ്ങൾക്ക് നൽകുന്നു. നൽകൽ ആണ്. അതും നമുക്കറിയാം, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് സ്വയം തന്നെ മുഴുവൻ മനുഷ്യകുലത്തിനായിട്ട് നൽകുവാനായിട്ടാണ്. നമ്മൾ വായിക്കുന്ന അതാണല്ലോ. ആ സ്നേഹത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ലാലു അച്ഛൻ പറഞ്ഞല്ലോ ആദ്യം. നാം വായിക്കുന്നുണ്ട് യോഹന്നാൻ അധ്യായം 3:16. ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അത് നമ്മൾ ഓർക്കണം. മനുഷ്യൻ ഇവിടെ കിടന്ന് ബദ്ധപ്പാടെടുക്കുകയായിരുന്നു, നഷ്ടപ്പെട്ടു പോയൊന്ന് കിട്ടാനായിട്ട്. എന്താണ് നഷ്ടപ്പെട്ടത്? ദൈവ ഐക്യം, ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം. അതാണ് ഇപ്പോൾ ഞങ്ങൾ വലിച്ചു കേട്ടത് എമ്മാനുവൽ അനുഭവം. അവനെ എമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടണം. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനും അവ്വായ്ക്കും ആദിമാതാപിതാക്കൾക്ക് ഈ എമ്മാനുവൽ അനുഭവം, ദൈവാനുഭവം ഉണ്ടായിരുന്നു മക്കളെ. എന്നാൽ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. അന്ന് മുതൽ അവനോട് നടക്കുകയാണ്. ഈ എമ്മാനുവൽ അനുഭവം കിട്ടാനായിട്ടുള്ള പരക്കം പാച്ചിൽ. അവനതിന് മതം ഉണ്ടാക്കി. ആ മതമാണ് നമ്മൾ പഴയ നിമിത്തിൽ കാണുന്ന മതം. ആ പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ദാനധർമ്മങ്ങൾ, അല്ലെങ്കിൽ ബലിയർപ്പണം, ഇതൊക്കെ നടത്തുകയാണ് അത് ദൈവത്തിൻ്റെ പക്കൽ പോകാൻ. എന്നാൽ അവർ മുറുകെ പിടിക്കേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലായിരുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തു. അത് കന്യകയിൽ നിന്നൊരു പുത്രൻ ജനിക്കും, ആരാണോ നിങ്ങളെ പാപത്തിലേക്ക് നയിച്ച അവൻ്റെ കുതികാല് അത് വെട്ടിമുറിക്കുമെന്ന്. ഹല്ലേലൂയ. ഇതായിരുന്നു കാത്തിരിക്കേണ്ടിയിരുന്നത്. പിന്നീട് പല പ്രവാചകന്മാർ വഴി ഈ വചനം വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷെ ആരാ വചനം കേൾക്കാൻ പോകുന്നത്? അവരുടേതായ മാർഗം കണ്ടുപിടിച്ചു ദൈവത്തെങ്കിലേക്ക് പോകാൻ. എന്നാൽ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുകയാണ് ദാഹം. നമ്മൾ സങ്കീർത്തനം 43-ലും 64-ലൊക്കെ വായിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി തേടുന്നു, മാൻപേടെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന പോലെ. ഈ ദാഹം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയ ആ എമ്മാനുവൽ അനുഭവം, നഷ്ടപ്പെട്ടു പോയ ദൈവാക്യം തിരിച്ചു കിട്ടാനായിട്ട് ഇത് സ്വർഗത്തിരുന്ന പിതാവ് കണ്ടു. എത്രമാത്രം ഈ മനുഷ്യൻ മസിൽ പിടിച്ചാലും
എൻ്റെ മക്കൾ വരില്ല. അവൻ്റെ മാർഗമാണ് നോക്കുന്നത്. എൻ്റെ മാർഗം വചനവും ആത്മാവുമാണ്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ തീരുമാനിക്കുകയാണ് അതെ തൻ്റെ ഏകജാതനെ ഒരു മനുഷ്യനായി പാപമൊഴികെ നമ്മുടെ എല്ലാ ബലഹീനതകളും ഏറ്റെടുത്തുകൊണ്ട് പിറക്കാനായിട്ട് അനുവദിക്കുന്നത്. ഹല്ലേലൂയ. ഈ രഹസ്യമാണ്, ഈ വലിയ സംഭവമാണ് നമ്മൾ ഇപ്പോൾ ഈ ബലിയിൽ അത് ആഘോഷിക്കുന്നത്, ഓരോ ബലിയിലും ആഘോഷിക്കുന്നത് എന്നോർക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അടുത്ത ഒരു കാലം വരെ ഈ നക്ഷത്ര വിളക്കുകളും അല്ലെങ്കിൽ ക്രിസ്മസ് മരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ അർദ്ധരാത്ര കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അല്ലേ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് രാത്രി കുർബാന, അർദ്ധരാത്രി കുർബാന. അതിനുവേണ്ടി നേരത്തെ കുമ്പസാരിച്ചൊരുങ്ങി കാത്തിരിക്കുക. പിന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ പുൽക്കൂട് കാണും. അതെല്ലാം മാറി മാറി ഇന്ന് ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ബാഹ്യ ആഘോഷം, ഒരു ചരിത്രത്തിൻ്റെ ആഘോഷം. എന്നാൽ ചരിത്രാതീതമായിട്ട് നമ്മൾ ഓരോരുത്തരും സംഭവിക്കേണ്ട അത് ക്രിസ്തു സംഭവമാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും മക്കളെ. അതുകൊണ്ടാണ് ആധ്യാത്മികമായ ചിന്തയിലേക്ക് വരേണ്ടത്. ഒരു പക്ഷെങ്കിൽ ഒരു കാലം വരുന്നു, പീഡനത്തിൻ്റെ കാലം മണിപ്പൂർ ആവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേരളത്തിൽ തന്നെ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് പത്രത്തിൽ വായിച്ചല്ലോ, 1-2 സ്ഥലത്ത് പുൽക്കൂടുകൾ തകർത്തു, ക്രിസ്മസ് ആഘോഷങ്ങൾ, കരോൾ പ്രോഗ്രാം എല്ലാം നിർത്തിച്ചു എന്നൊക്കെ ആവർത്തിച്ചേക്കാം. ഒരു പക്ഷെങ്കിൽ ഈ പുൽക്കൂടുണ്ടാക്കാനോ പരീക്ഷണം നടത്താനോ പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു വരാം. എന്നാൽ ഒന്നിൽ മുറുകെ പിടിക്കുക, വിശുദ്ധ ബലി, ക്രിസ്മസ്. ഹല്ലേലൂയ. അവിടെയാണ് ക്രിസ്തു സംഭവം നമ്മൾ അനുഭവവേദ്യമാക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ പിറപ്പിക്കുക. എന്നിട്ട് അത് ഈശോയെ അൽത്താരയിൽ ആ പുൽക്കൂട്ടിലായിരുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദേവാലയമായി മാറുന്നു. ഹല്ലേലൂയ. വളരെ മനോഹരമായിട്ട് പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി, നമ്മുടെ ശരീരം വിശുദ്ധമായി സംരക്ഷിക്കണം. അത് ആ പുൽക്കൂട് പോലെ, ആ വെള്ളത്തുണിയുള്ള ആ പുൽക്കൂട് പോലെ ഈശോയെ ഹൃദയത്തിൽ ആ വെള്ളത്തുണിയിൽ പൊരിഞ്ഞു കിടത്തണം. അതാണ് ബലിയിൽ സംഭവിക്കുന്നത്. അതിനുശേഷം അത് വൈദികൻ മുറിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ കുർബാന കഴിയുമ്പോൾ ലത്തീൻ ക്രമത്തിൽ പറയും ദിവ്യപൂജ സമാപിച്ചു പോകാമെന്ന്. ആളുകൾക്ക് സന്തോഷമായി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ മുറിച്ചു കൊടുക്കപ്പെട്ടതുപോലെ നിങ്ങളും സ്വയം മുറിച്ച് നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയ. യേശു എപ്രകാരം തന്നെ ജീവൻ സമർപ്പിച്ചുവോ സ്നേഹത്തെ പ്രതി, അതുപോലെ നമ്മുടെ ജീവനും സമർപ്പിക്കണം എന്ന അർത്ഥമാണ് അത് ദിവ്യബലിയുടെ ആ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ സംഭവിക്കുന്നത്. അത് ഒരു പക്ഷെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വീട്ടിൽ വെച്ചായിരിക്കാം, ഗുഹയിലായിരിക്കാം. ഇതുപോലെ പരസ്യമായിട്ട് പന്തലിലൊക്കെ ഒരു കുർബാന നടത്താൻ പറ്റാത്തൊരു കാലം അതിവിദൂരത്തിലല്ല മക്കളെ. നമുക്ക് കാലത്തിൻ്റെ അടയാളങ്ങൾ മറന്നു പോകരുത്. എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടം ആണ്. ക്രൈസ്തവ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല സ്നേഹമില്ല, ഐക്യമില്ല, അടിപിടിയാണ് എവിടെയും. നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭൂരിപക്ഷം പേരും രാജ്യത്തിന് പുറത്ത്, ഉള്ളിലുള്ളവർക്ക് മക്കളില്ല, കല്യാണവും കഴിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ഒരുപക്ഷെ നാമാവശേഷമാവുകയായിരിക്കാം, ഇല്ലെങ്കിലും ചെറിയ ഗ്രൂപ്പായി മാറുകയാണ്. പക്ഷേ ആ സമയം ഒന്നോർക്കുക, ഈശോ സംഭവം, യേശു സംഭവം, ക്രിസ്തു സംഭവം നമ്മൾ ആഘോഷിക്കണം, അനുഭവിക്കണം. അത് ദിവ്യബലിയിലൂടെ ആണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നാം അല്ല ഈശോ ആദ്യം സ്നേഹിച്ചത്. നമ്മൾ വായിക്കുന്നുണ്ട് 1 യോഹന്നാൻ അധ്യായം 4:10. അവിടുന്നാണ് ആദ്യം സ്നേഹിച്ചത്. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ പാപങ്ങളും പാപത്തിൻ്റെ കടങ്ങളും ശിക്ഷകളും ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനായി പിറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓർക്കും, നമ്മളിങ്ങനെ മസിൽ പിടിച്ച് ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആണ് വലിയ ദൈവസ്നേഹം അനുഭവം. അല്ല, ഈശോ തരുന്ന വലിയ ദാനം, പരിശുദ്ധാത്മാവിലൂടെ തരുന്ന വലിയ ദാനമാണ് ആ ദൈവാനുഭവം, എമ്മാനുവൽ അനുഭവം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നത്. അത് നമ്മൾ ദീപബലിയിലായാലും കുർബാനയ്ക്കായാലും അല്ലെ പ്രസംഗങ്ങളിലും അല്ലെ ധ്യാനങ്ങളിലും കൺവെൻഷനിലും എല്ലാം പ്രാർത്ഥിക്കുന്നു, ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. എന്നിട്ട് കർത്താവിൻ്റെ വചനം മാംസമാകാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ കൺവെൻഷനിലും അല്ലെങ്കിൽ ഓരോ ധ്യാനത്തിലും അവരുടെ നമ്മുടെ ആരാധനാക്രമത്തിലും വചനം നമ്മളിൽ മാംസമാവണം. എന്നിട്ട് നമ്മൾ യേശുവിനെ വഹിക്കുന്ന
പുൽക്കൂടുകളായിരിക്കണം. ആ പുൽക്കൂട്ടിരുന്നാൽ പോരാ, പുൽക്കൂട്ടിരിക്കാൻ സുഖമാണ്. എന്നാൽ താബോർ മലയിൽ വെച്ച് ആ 3 ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസ് പറഞ്ഞു, കർത്താവ് ഇവിടെ അങ്ങേയും കണ്ടുകൊണ്ടിരിക്കുന്ന അസുഖം, അത് താഴോട്ടൊന്നും പോകണ്ട, കാറ്റും കൊള്ളണ്ട, പെസറും കൊള്ളണ്ട, മഴയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, പോകാം, നമ്മൾ ലോകത്തേക്ക് ഇറങ്ങണം, കർത്താവിൻ്റെ വചനം കൊടുക്കണം മറ്റുള്ളവർക്ക്. അത് വലിയൊരു സന്ദേശമാണ്. നിങ്ങൾ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ വായിച്ചു. ആദ്യം ഈശോ കണ്ട് ശിഷ്യമായിട്ടും മറിയവും ഔസേപ്പുമാണ്. പിന്നെ പരസ്യമായിട്ട് കണ്ടത് ആട്ടിടയന്മാർ ആണ്. പോയി ചെന്ന് കണ്ട് വന്ദിച്ചു, ആരാധിച്ചു. അടുത്ത വചനം നിങ്ങൾ മറക്കരുത്, അവർ കണ്ടതും കേട്ടതും പോയി മറ്റുള്ളവരെ അറിയിച്ചു. ഹല്ലേലൂയ. വചന പ്രഘോഷണം, എവാഞ്ചലൈസേഷൻ പുൽത്തൊട്ടി തുടങ്ങി. നമ്മൾ ഓർക്കും അവസാനം ഉത്ഥാനത്തിന് ശേഷം ഈശോ പറഞ്ഞു ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ. അല്ല, സുവിശേഷ പ്രഘോഷണം പുൽക്കൂട്ടിൽ ആരംഭിച്ചു. അവർ പോയി എല്ലാ ജനത്തോടും പറഞ്ഞു, ഇതാ ലോകത്തുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത, രക്ഷകൻ പിറന്നിരിക്കുന്നു. അങ്ങനെ ആളുകൾ രക്ഷകനിലേക്ക് വരാൻ തുടങ്ങി എന്ന് നമുക്കറിയാൻ സാധിക്കും. പിന്നീട് ഈശോയുടെ ചരിത്രം മുഴുവൻ മക്കളെ ഒന്ന് പരിശോധിച്ച് ഈശോ ആണ് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ പാപിനിയായ ആ സമറിയക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്നു. അവിടെ വെച്ച് ഈശോയുമായി സംഭാഷണം നടത്തി. ആ ഈശോ രക്ഷയെപ്പറ്റി പറഞ്ഞു. അവർക്ക് മാനസാന്തരമുണ്ടായി. നമുക്കറിയാം, കൊടുവും പാളയെല്ലാം ഇട്ട് ഓടി സമറിയയിലേക്ക് ചെന്ന് പറയുവാൻ. എൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ഒരാളെ കണ്ടുമുട്ടി യേശു അവിടെ ചെന്നു. 2 ദിവസം സമറിയയിൽ അവരുടെ കൂടെ വസിച്ചു. എന്നിട്ട് അവരെല്ലാവരും അവളോട് പറഞ്ഞെന്താണെന്നറിയാമോ? നിന്റെ പറച്ചിൽ അങ്ങ് നിർത്ത്, ഞങ്ങൾ നേരിട്ട് കണ്ടനുഭവിക്കുകയാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി ഈശോയെ കണ്ടുമുട്ടുന്നുവെങ്കിൽ, ആദ്യം കണ്ടുമുട്ടുന്നത് ഞാൻ പറയുന്നു ജീവിക്കുന്ന ഈശോയെ ബലിയിലാണ് എങ്കിൽ കണിശമായിട്ടും യേശുവിൻ്റെ ആ സദ്വാർത്ത നമ്മൾ അത് കാൽ വെന്ത നായെപ്പോലെ ഓടി നടന്ന് കൊടുക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ലക്ഷണം. നമുക്കതിന് സാധിക്കും. ആ അത്ഭുതം കിട്ടിയവർ, അടയാളം കിട്ടിയവരോടെല്ലാം കർത്താവ് പറഞ്ഞു, പോകൂ പ്രഘോഷിക്കുവിൻ. കർത്താവ് അതാണ് പറഞ്ഞത്. അതെ, ജെറമയ പ്രവാചകൻ പറയുന്നത് പോലെ നമുക്കറിയാം, ജെറമയ പ്രവാചകൻ ഒത്തിരി സഹനങ്ങളും വേദനകളും ഉണ്ടായി. എതിരാളികൾ ഒത്തിരി ആയിരുന്നു. ഒരിക്കൽ രാത്രിയിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ എന്നെ ചതിച്ചു. ഹല്ലേലൂയ. അതെ, ചില വചനപ്രഘോഷകരെ മടുക്കുമ്പം പറയും, കർത്താവ് എന്തിനാ എന്നെ ഇങ്ങനെ വചനപ്രഘോഷകൻ അക്കരി വേദനയും സഹനവും നിന്ദനവും പീഡനവും ഇതൊക്കെ എന്തിനാണ് എൻ്റെ കർത്താവെ? പറഞ്ഞു പോകും. അപ്പം മാനുഷികമായിട്ട് ജെറമയ പറയുകയാണ്, എൻ്റെ കർത്താവെ അത് അങ്ങനെ ചതിച്ചു. എല്ലാവരും എന്നെ നിന്ദിക്കുന്നു, എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു കർത്താവേ. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം അത് മജ്ജയ്ക്കും മാംസത്തിനുമിടയിൽ ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഓർക്കും, കർത്താവിനെ പറ്റി പറയണ്ട, കർത്താവിനെ പ്രസംഗിക്കണ്ട, പക്ഷെ പറ്റിയല്ല. എൻ്റെ ഉള്ളിൽ കിടന്നത് അത് ജ്വലിക്കുകയാണ്. എൻ്റെ വചനത്തെ പ്രതിയുള്ള സ്നേഹം, വചനം പ്രഘോഷിക്കാനുള്ള തീഷ്ണത ഞാനിവിടെ വരുമ്പോൾ കാണുന്നതാണ്. വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഈ വിജിലക്ഷനും കാര്യക്ഷനും ഒക്കെ നടുവിന് വേദന, തണ്ടൽ വേദന, മേല കിടക്കുന്നു, തിരുമുന്നു, നടക്കാൻ പ്രയാസം. എന്നാലും എല്ലാ ആഴ്ചയിലും കാൽ ബന്ധ നായെപ്പോലെ എന്ന് ഞാൻ പറയും, ഓടി നടക്കുകയാണ് വചനം പ്രഘോഷിച്ചുകൊണ്ട്, ഇവിടുത്തെ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട്. പ്രിയമുള്ളവരെ, അതിന് കാരണം എന്താണെന്നറിയാമോ? ആ ബേണിംഗ് ലവ്, ഈശോയുടെ വചനത്തോടുള്ള ആ കത്തിജ്വലിക്കുന്ന സ്നേഹമാണ്. അതാണ് കാരിഷ് ഭവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വൈദികർക്ക് മാത്രം പോരാ, നമ്മളെല്ലാവരും യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി തീരണം. ഈശോയെ കൊടുക്കണം. നമ്മളിവിടെ കുർബാനയും സ്വീകരിച്ച് ആ സന്തോഷമായിട്ട് ഈശോ എന്നിലാണ്, ഞാൻ ഈശോയിലാന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ പോരാ. ആ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് സുവിശേഷീകരണം, എവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ പ്രസംഗിക്കുകയിലായിരിക്കാം, ഒരു പക്ഷേ പാട്ടുപാടുകയായിരിക്കാം, ബെഞ്ച് പിടിക്കുകയായിരിക്കാം, ചെറിയ ചെറിയ പാടുകൾ ചെയ്യുന്നതായിരിക്കാം. ആരായാലും അവരുടെ ജീവിതത്തിൽ യേശുവിനെ കൊടുക്കുന്നവരായിട്ട് മാറണം. അതാണ് നമുക്ക് തരുന്ന ആ സന്ദേശം. നമുക്കറിയാം, അപ്പസ്തലന്മാർ പറഞ്ഞെന്താണ്? ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവ അറിയിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങളുടെ സ്വന്തം ചെവി കൊണ്ട് കേട്ടത്, ഞങ്ങൾ കൈകൊണ്ട് തൊട്ടനുഭവിച്ചത് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷ പ്രഘോഷണം മക്കളെ.
അത് അങ്ങനെ ആകുമ്പോൾ ഏത് വേദന വന്നാലും, ഏതെല്ലാം എതിർപ്പുകൾ വന്നാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും ആ ഉള്ളിലെ ആ ജ്വലിക്കുന്ന ആത്മാവിൻ്റെ ജ്വലനം, വചനത്തിൻ്റെ ജ്വലനം, മറ്റുള്ളവരെ കൂടി രക്ഷ നൽകുവാനുള്ള ആ ജ്വലനം, ആശ. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം, അതായത് എനിക്ക് ദൈവത്തെ കാണണം. അത് ഹിന്ദുവിനുണ്ട്, മുസ്ലിമിനുണ്ട്, നമ്മൾ പറഞ്ഞ പള്ളിയിൽ പോകാത്തവനും കുമ്പസാരിക്കാത്തവനും എല്ലാം ഉണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ആ ശാന്തി, ആ സമാധാനം അനുഭവിക്കുവാൻ, യേശുവുമായി ഒന്നായി തീരുവാൻ എമ്മാനുവേൽ അനുഭവം. ഹല്ലേലൂയ. ഇത് തമ്പുരാൻ നമുക്ക് തരുന്നു, വന്ന് നമുക്ക് തരുന്നു. എപ്പോഴാണോ ഏറും തോട്ടത്തിൽ വെച്ച് മനുഷ്യകുലത്തെ ദൈവത്തിന് നഷ്ടമായോ, അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു നഷ്ടബോധം ഉണ്ടായിരുന്നു. ദൈവമേ, എൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ ഞാൻ സൃഷ്ടിച്ചത് അവരെന്നിലും ഞാൻ അവരിലുമായിരിക്കുവാനാണ്. അവരിതെല്ലാം കളഞ്ഞു കുളിച്ചു. അത് എനിക്ക് അവരെ വീണ്ടെടുക്കണം. അപ്പോൾ വീണ്ടെടുക്കുക എന്ന ആഗ്രഹം ആദ്യം മുതലേ കർത്താവിൻ്റെ മനസ്സിലുണ്ട് എന്ന് ഓർക്കണമേ. എന്നാൽ മനുഷ്യൻ സഹകരിക്കാഞ്ഞതുകൊണ്ടാണ് സാധിക്കാതെ വന്നത്. നമുക്കറിയാം, അതുകൊണ്ടാണ് യേശു മനുഷ്യനായിട്ട് ബേത്ലഹേമിൽ പിറന്ന്, നമുക്കറിയാം, ഗലീലായാലും യൂദയായാലും പ്രസംഗിച്ചു നടന്നെങ്കിലും പലരും തുറന്നില്ല ഹൃദയങ്ങൾ. സ്വന്തക്കാർ സ്വീകരിച്ചില്ല. അത് ആരായിരുന്നു? നമുക്കറിയാം, നിയമത്തിൻ്റെ കർക്കശ സ്വഭാവത്തിലൂടെ സ്നേഹം, അതെ, ലാലുവച്ചൻ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ അഭാവത്തിലൂടെ നടന്നവർക്ക് ആ യേശുവിനെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല. ആരൊക്കെയായിരുന്നു? പുരോഹിത പ്രമാണികൾ, സദുക്കായർ, ഫരീസിയർ. ഇന്നും ആ വർഗമാണ് പലപ്പോഴും അതെ ഹൃദയം തുറക്കാത്തത്. അതെ, പുറമേയുള്ള ആചാരങ്ങൾ കാണും, കർമ്മങ്ങൾ കാണും, അനുഷ്ഠാനങ്ങൾ കാണും, അതിന് നല്ല കൃത്യനിഷ്ഠയും കാണും, എന്നാൽ സ്നേഹമില്ലാതിരിക്കുന്നു. അപ്പോൾ സ്നേഹത്തിലാണ് ഈശോ പിറക്കുന്നത്, സ്നേഹിക്കാനാണ് ഈശോ പിറന്നത്. ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് ആ സഖേവൂസ് ഈശോ കണ്ടതുപോലെ ആ പാവം മനുഷ്യൻ, മുണ്ടനായ മനുഷ്യൻ, അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈശോനെ കാണാനായിട്ട്, അല്ലേ? അപ്പോൾ അത് ഒരു ഉദ്യോഗസ്ഥനാണ്, ഈ പാൻറ്റും കോട്ടുവിട്ട് അത് വലിയ മരത്തെ കയറിയ ആഞ്ഞിലി മരം, അല്ലെങ്കിൽ തെക്കമൂർ മരത്തെ കയറിയ, നമ്മുടെ നാട്ടുകാരാണ്, പിള്ളേരാണ്, കല്ലെടുത്തെറിയും, അത് നിശ്ചയമായിട്ടും. അപ്പോൾ ആ നാണംകേടെല്ലാം സഹിച്ച് ആ മരത്തിൽ ഇങ്ങനെ പമ്മി പമ്മി കയറി അവനെ കാണാൻ അവൻ കാണപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ല. അവൻ ആഗ്രഹിച്ചത് ഈശോ ഒന്ന് കാണണം. ഇതോരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലുള്ള ആഗ്രഹമാണ് മക്കളെ, നിങ്ങളുടെയും എൻ്റെയും, ഇന്ന് വരെ ജനിച്ച ജനങ്ങളുടെയും ഇനി ജനിക്കാനുള്ളവരുടെയും മനസ്സിൽ ആ ഈശോയുടെ ഛായ, ഈശോയുടെ അടയാളമുണ്ട്. ദൈവത്തെ കാണാനുള്ള ആഗ്രഹം. ഇതാണ് നമ്മൾ ആ സക്കയൂസിൽ കാണുന്നത്. ഇനി അവിടെ വെച്ച് അതെ, അവനല്ല യേശുവിനെ വിളിക്കുന്നത്, അവനെ യേശുവാണ് വിളിച്ചത്. സക്കയൂസ്, ഇറങ്ങി വരൂ. അവൻ ഇറങ്ങിക്കാണില്ല, എടുത്തിയാടി കാണും. ഹല്ലേലൂയ. കാരണം പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്ന കർത്താവ് കടന്നു പോകും. ആ കർത്താവിൻ്റെ പോക്ക് അങ്ങനെയാണ്, ശീഘ്രം പോകും. പതുങ്ങിയപ്പോൾ ഞമ്മ എന്നും പറഞ്ഞ് എല്ലാം നിൽക്കില്ല. അതുകൊണ്ട് മിക്കവാറും എടുത്ത് ചാടി കാണും മരത്തെ ഒന്ന്. ആ ചാട്ടത്തിൽ അവന് മാനസാന്തരം. ആദ്യമേ മനസ്സിൽ വന്ന എന്താണെന്നറിയാമോ? പാവങ്ങളെ സഹായിക്കണം. പാവങ്ങളിലാണ് ഞാൻ ഈശോയെ കാണേണ്ടത്. പാവങ്ങൾക്ക് നാം ചെയ്യുന്നതെല്ലാം ഈശോയ്ക്കാണ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ബോധ്യം അവൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ കർത്താവിനോട് അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട്, സ്വയം പ്രേരിതമായിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ കൊടുക്കുന്നു. 10% കേട്ടോ, ദശാംശമല്ല, മിച്ചമുള്ളതല്ല, പകുതി. അവന് ധനവാനായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് മാനസാന്തരത്തിലേക്ക് കിടക്കുകയാണ്. ആരെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാളായിട്ട് കൊടുത്തോളാം കർത്താവേ, പരിഹാരം ചെയ്തോളാം കർത്താവേ. ഈ ചിന്താഗതികൾ എത്ര പേർക്ക് നമ്മുടെ സഭയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ധ്യാനം ഈ കുർബാനയിൽ കൂടുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ ധ്യാനത്തിൽ വരുന്നവർക്കുണ്ട്, എൻ്റെ കർത്താവേ, പാവപ്പെട്ടവരെ സഹായിക്കണം. അതെ, പകുതി കൊടുത്തില്ലെങ്കിൽ എൻ്റെ കർത്താവേ, കുറേയെങ്കിലും കൊടുക്കാം. സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണത്തിനും വീടിനും കാറിനും ചിലവാക്കുന്ന പൈസ കുറച്ചെങ്കിലും കർത്താവേ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞാൽ നേർച്ചപ്പെട്ടിടുന്ന അല്ല, പാവങ്ങളെ സഹായിക്കുക. നിങ്ങൾക്കറിയാം, 2 തരത്തിലുള്ള പാവങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഒന്ന് ശാരീരികമായ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് വിശപ്പും ദാഹമുള്ള പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, ആഹാരത്തിന് വകയില്ലാത്തവർ, അത് ഒരു തരത്തിലുള്ള പാവപ്പെട്ടവർ. രണ്ടാമത്തെ പാവപ്പെട്ടവരാണ്, അതിലും ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ
ഈശോയെ കണ്ടുമുട്ടാതെ, ഈശോ ആകുന്ന അപ്പം തിന്നാതെ, ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിനെ കുടിക്കാതെ മരിക്കുന്നവർ പാപത്തിൽ. അതെ, അതും പാവങ്ങളാണ്. അവരെ സഹായിക്കുന്നതാണ് സുവിശേഷത്തിനെ സഹായിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കാരിസ്മാമല്ലോ അല്ലെ എവിടെയെങ്കിലും പോകുമ്പോൾ സ്വത്രക്കാഴ്ച കൊടുക്കുന്ന നിങ്ങൾ മറ്റ് ഈ വീഡിയോയൊക്കെ പലതും പറയും, അച്ഛന്മാരെ കട്ടി നിന്നു, അല്ലെങ്കിൽ അച്ഛന്മാർ വീട്ടിൽ കൊണ്ടുപോകുന്നു. നിങ്ങളൊന്നും കേൾക്കരുത് മക്കളെ. നിങ്ങൾ കൊടുക്കുന്നത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്ത് കൈ കൊണ്ട് അറിയരുത്. കൊടുക്കുന്നത് എന്തിനാണ്? പാവപ്പെട്ട് വചനം കേൾക്കാൻ നിർവാഹമില്ലാത്തവർക്ക് വചനം കേൾക്കാനുള്ള സൗകര്യമുണ്ടാകുവാൻ. അങ്ങനെ ജീവൻ്റെ അപ്പം സ്വീകരിച്ച് ജീവജലം കുടിച്ച് രക്ഷ കണ്ടെത്തുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് രണ്ടും നിങ്ങൾ ഓർക്കണമേ. പാവങ്ങളെ സഹായിക്കലാണ്, ചാരിറ്റി ആണ്, ഉപവി ആണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വെറും ആഘോഷം. നമുക്കറിയാം, ഈശോ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ സദ്യ ഒരുക്കുമ്പോൾ 14-ാം അധ്യായം ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ ആരെയൊക്കെ വിളിക്കേണ്ടത്? പാവപ്പെട്ടവരെ, കുരുടരെ, ഞൊടി നടക്കുന്നവരെ, അവശരെ, അല്ലെങ്കിൽ എന്നെപ്പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒക്കെയാണ് ക്ഷണിക്കേണ്ടത്. ധനവാന്മാരെയും തിരിച്ച് വീണ്ടും ഡിന്നർ തരുമല്ലോ, അല്ലെങ്കിൽ തിരിച്ച് സർക്കാരും തരുമല്ലോ, അതിന് പ്രാപ്തിയുള്ളവർക്കല്ല കൊടുക്കേണ്ടത്. തിരിച്ച് നിങ്ങൾക്ക് തരാൻ കഴിവില്ലാത്തവരെ വിളിച്ചു കൂട്ടി ഡിന്നർ കൊടുക്കും. നമുക്ക് ക്രിസ്മസിനൊക്കെ വലിയ ഡിന്നർ നമ്മൾ തയ്യാറാക്കും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ, മോഡിയുടെ കൂടെ നമ്മുടെ ബിഷപ്പ്മാർ വലിയ ഡിന്നർ ആഘോഷിച്ചത്. ഇതൊക്കെ അല്ല യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞ ഡിന്നർ. പാവപ്പെട്ടവരെ വിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് വലുതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രതിഫലം കിട്ടില്ല. അവർ തിരിച്ചു വിളിക്കില്ല. തിരിച്ചൊരു താങ്ക് യു എന്ന് പോലും പറയുകയില്ല. തിരിച്ചൊരു മുട്ടായോ ചോക്ലേറ്റോ പോലും തന്നു വരില്ല. അതിന് കഴിവില്ല. അങ്ങനെയുള്ളവരെ വിളിച്ചു കൂട്ടിക്കൊടുക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞത് എന്ന് ഓർക്കണമേ. അപ്പോൾ ഇതൊക്കെ ചില ചിന്താശകലങ്ങൾ ഈ രാത്രികാലം ഞാനിങ്ങോട്ട് പങ്കുവയ്ക്കുകയാണ്. അതെ, ക്രിസ്മസ് വെറും ഈ പുറമേയുള്ള ഉൾക്കൂടോ അല്ലെ വൃക്ഷമോ ഒന്നും ആകാതിരിക്കട്ടെ. അതിന് കവിഞ്ഞ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഈശോയെ കണ്ടുമുട്ടി, അതെ, ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ സമറിയക്കാരി സ്ത്രീയെ പോലെ, അല്ലെങ്കിൽ ആ സഖേയൂസ് അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, അതെ, അവനും കർത്താവിനെ കൊടുത്തു. ബൈബിളിൽ എല്ലാവരും അങ്ങനെ ഈശോയെ കണ്ടുമുട്ടിയവരെല്ലാം കൊടുത്തു പോയി. അപ്പോസ്തലന്മാരും ചെയ്തതാണ്. എങ്കിൽ നമ്മൾ ഈശോയെ കൊടുക്കുന്നവരായിട്ട് മാറുക. അങ്ങനെ ലോകത്തിൻ്റെ സഹരക്ഷകരായി തീരുക. ഈശോ ആണ് ഏകരക്ഷകൻ. നമ്മൾ യേശുവിനോടുകൂടി സഹരക്ഷകർ ആയിത്തീരുക. അത് വലിയൊരു ദൈവവിളിയാണ്. ഹല്ലേലൂയ. അതിന് അച്ഛനാകണമെന്നില്ല, കന്യാസി ആകണമെന്നില്ല, അതിന് സെമിനാരിൽ പോകണമെന്നില്ല, മഠത്തിൽ പോകണമെന്നില്ല. അത് ആർക്കും യേശുവിൻ്റെ സഹരക്ഷകർ ആയിത്തീരുവാൻ കഴിയും. യേശു വന്നത് നമുക്കറിയാം, നമ്മളെ അവനെ പോലെയാക്കാനാണ്. നമ്മൾ വായിക്കുന്നുണ്ട് റോമ അധ്യായം 8:29. അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ പോലെ ആകണം. യേശുവിനെ പോലെ ആകണം. ടു ബി ലൈക്ക് ജീസസ്. രണ്ട് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ആഗ്രഹം, അവിടുത്തെ പദ്ധതി, അവിടുത്തെ പ്ലാൻ വ്യക്തമായിട്ട് പറയുന്നു. 1 തെസ്സലോനിയൻസ് അധ്യായം 4:3. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്, യുവർ ഹോളിനെസ്. ഹല്ലേലൂയ. അതെ, എങ്കിലേ പറക്കൂ ഈശോ. ആ നന്മ നിറഞ്ഞവളായതുകൊണ്ടാണ് മാതാവിൻ്റെ ഉദരത്തിൽ ഈശോ പിറന്നതും അവൾക്ക് ഈശോയെ ആ ബേത്ലഹേമിൽ പ്രസവിക്കുവാനും മാത്രമല്ല പിന്നീട് ആ കുരിശിൻ്റെ മൂട്ടിൽ വെച്ച് വരെ ആ രക്തം ചിന്തി യേശുവിനെ നൽകാൻ കഴിഞ്ഞത് നമുക്കായി, ലോക ജനതയ്ക്കായിട്ട്. മറക്കരുത് നമ്മൾ ഇതൊന്നും. ഇതെല്ലാം ഉള്ള ധ്യാന വിഷയമായിരിക്കട്ടെ. അത് ജീവിതത്തിൽ ചിന്തിക്കുവാൻ ചില ചിന്താശകലങ്ങളായിരിക്കട്ടെ. അങ്ങനെ നല്ല ഒരു ക്രിസ്മസ് ആഘോഷിക്കുക മക്കളെ. ഈ ബാഹ്യമായത് വേണ്ടാന്ന് ഞാൻ പറയുകയല്ല, അനാവശ്യമെന്ന് പറയല്ല. ഇതൊക്കെ നിൽക്കുന്ന കാലം വരും. എൻ്റെ ചെറുപ്പകാലം ഓർത്തു പോവുകയാണ്. ഞാനും എൻ്റെ ചേട്ടന്മാരും കൂടെ അന്ന് പലപ്പോഴും ചുള്ളിക്കമ്പ് വെച്ചൊരു നക്ഷത്രം ഉണ്ടാക്കും. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, കറണ്ടില്ല. അപ്പോൾ ഒരു മെഴുകുതിരി തൂക്കും, അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് വെക്കും. എൻ്റെ കൊന്നത്തെങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റും. 3-4 തവണ കത്തിപ്പോകും. കാരണം കാറ്റടിക്കുമ്പോൾ അത് നക്ഷത്രം കത്തിപ്പോകും. അങ്ങനെ ഒക്കെയായിരുന്നു. പള്ളിയിൽ ചെന്നാൽ അവിടെ നക്ഷത്രമൊന്നുമില്ല. കതിനാവടി ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്. എന്നെ എല്ലാത്തിനും പ്രധാനപ്പെട്ടത് അർദ്ധരാത്രി കുർബാന, ദിവ്യബലിയായിരുന്നു. ക്രിസ്മസ്. ഹല്ലേലൂയ. മറക്കരുത് അതിൻ്റെ അർത്ഥം.
ക്രൈസ്റ്റ് മാസ്, ലത്തീനിൽ പറയും അതെ മേസെ ക്രിസ്തെ. അതെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിക്കാം. അത് ആ ക്രിസ്തുവിനോട് ചേർന്നിരുന്നു കൊണ്ടുള്ള ആഘോഷമാണ്. നമ്മൾ വായിക്കുന്നത് പോലെ അവിടുത്തോട് നാം ചേർന്ന് നിന്നാൽ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4:8. അത് അവിടുത്തോട് ചേർന്നിരിക്കുക, ചാരിയിരിക്കുക. അപ്പോൾ നമ്മോടുകൂടി അവനും ചാരിയിരിക്കും. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ സങ്കീർത്തനം 63:8 നമ്മൾ വായിക്കുന്ന പോലെ മനോഹരമായ സങ്കീർത്തനം. ഞാൻ അവിടുത്തോട് ചാരിയിരിക്കുന്നതിനാൽ, ഞാൻ അവിടുത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനാൽ അവിടുത്തെ വലങ്കായി എന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. അത് വായിക്കുമ്പോൾ ഞാൻ എന്നും എന്നപോലെ പറയുന്ന ദൈവവചനമാണ്, സങ്കീർത്തനമാണ്. എൻ്റെ അമ്മച്ചി ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു? ആ അമ്മയോട് ഞാൻ ഒട്ടിച്ചേർന്ന് അമ്മയുടെ ആ ബ്രഷിനോട് മുലപ്പാലും കുടിച്ച് ഒട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്യും? ആ വലത് കൈകൊണ്ട് ചേർത്ത് പിടിക്കുന്നു, എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട്. ഇതാണ് ദൈവം, ഇതാണ് ഈശോ. ഹല്ലേലൂയ. അതെങ്ങനെയെന്നും ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. എങ്ങനെയാണോ അത് നമ്മുടെ കൈലിമുണ്ട് തുണി അരയോട് ചേർന്നിരിക്കുന്നുവോ അതുപോലെ നാം ദൈവവുമായിട്ട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, അരയിൽ നിന്ന് തുണി പോയാൽ നഗ്നരാകും. എന്നാൽ യേശുവിനോടുകൂടി ഒന്നിരുന്നാൽ നമ്മൾ ഒരിക്കലും നഗ്നരായിരിക്കില്ല, കൃപ നിറഞ്ഞവരായിരിക്കും. നമ്മളെപ്പോഴും കൃപ നിറഞ്ഞ കത്തോലിക്കർ, കൃപ നിറഞ്ഞ ക്രൈസ്തവരായിരിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ ഞാൻ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഈ ബലി സമയം, ഈ ബലി നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ അർപ്പിക്കുന്നത് എൻ്റെ ഉപകാരികൾ, സ്നേഹിതർ, എൻ്റെ ആധ്യാത്മിക മക്കൾ, എൻ്റെ കോൺഗ്രിഗേഷൻ സഭയിലെ അച്ഛന്മാർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ അത് എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ നിയോഗം വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഈ ബലി ഞാൻ പ്രാർത്ഥിക്കുന്നു. കണിച്ചുമായിട്ടും എൻ്റെ സഹവൈദികരും അത് ചെയ്യുന്നുണ്ട്. അവരുടെ നാമത്തിൽ ഞാൻ പിന്നീട് കാര്യച്ചും കണിച്ചുമായിട്ടും നിങ്ങളെ ക്രിസ്മസ് മംഗളങ്ങൾ പറയും. എങ്കിലും ഞാൻ നേരെ മുൻകൂട്ടി പറയുകയാണ്. കാരണം ഞാനൊരു വയസ്സനും ഇവിടുത്തെ പ്രായം ചെന്ന ആളുമായതുകൊണ്ട് അത് അവരുടെ നാമത്തിൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ആമേൻ. ക്രിസ്മസ് കൈയിടാനുള്ള സാധനം